ഹായ് ഫ്രണ്ട്സ്, വീണ്ടും സ്വാഗതം ചെറിയ മീഡിയ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക്. അപ്പം ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾ തരുന്ന സപ്പോർട്ടിൽ വീണ്ടും നിങ്ങളുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ഐറ്റവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നല്ല, ഈ മാന്തൾ, വലിയ മാന്തൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിതിൻ്റെ തൊലി ഒന്ന് ഉലിച്ച് കളയണം. അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് ഈ കാണുന്ന പോലെ ഉലിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ മാന്തൾ തൊലി ഉലിച്ച് കഴിയാറായിട്ടുണ്ട്. അപ്പോൾ മാന്തൾ തൊലി ഉലിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. അപ്പം നമുക്ക് മാന്തൾ കട്ട് ചെയ്തെടുക്കാം. ഈ കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പം കൂട്ടുകാരെ, നമ്മുടെ മാന്തൾ കട്ട് ചെയ്ത് കഴിയാറായിട്ടുണ്ട്. മീൻ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നും കൂടെ കഴുകിയെടുക്കാം. സാധനങ്ങൾ അരിയാനുണ്ട്. ആദ്യം ഒരു 30 അല്ലി ഉള്ളി നമുക്ക് അരിഞ്ഞെടുക്കാം. ഒരു 5 പച്ചമുളക് നമുക്ക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ പീസ് ഇഞ്ചി നമുക്ക് ഈ കാണുന്ന പോലെ അരിഞ്ഞെടുക്കാം. അത് ചട്ടി വെച്ച് കൊടുക്കാൻ പോണേ കറി വെക്കാനുള്ള. ചട്ടി ചൂടായിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കണത്. ഓക്കെ, വെണ്ണ ചൂടായിട്ട് നമ്മൾ ഇഞ്ചി ആദ്യം അതിലേക്ക് ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അരിഞ്ഞു വെച്ച പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പം വേപ്പില ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 6 അല്ലി കുടംപുളി വെള്ളത്തോടു കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക്. ഒരു നാളികേരത്തിൻ്റെ പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒന്നര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തിളച്ചതിന് ശേഷം മീൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് ഇത് വേവിക്കാം. ഓക്കെ, ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവിയൊക്കെ തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ ഇനി നമുക്ക് മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. മീൻ അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോണേ. അപ്പോൾ നമ്മൾ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വേണം വയ്ക്കാനായിട്ട്. വെച്ചിട്ട് നമുക്ക് വീണ്ടും ഒരു 15 മിനിറ്റും കൂടി അടച്ചു വെച്ച് വേവിക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മളിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമുക്ക് തുറന്ന് നോക്കാം. മാന്തൾ കറി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മാന്തൾ കറി ടേസ്റ്റ് ചെയ്ത് നോക്കാം. കറി ആയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ച മാന്തൾ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. സമയമൊക്കെ ഒരുപാട് വൈകി. അപ്പോൾ ടേസ്റ്റർമാർ വയോ, കഴിച്ചു നോക്കടാ.
സൂപ്പറായിട്ട് ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ ബൈ.